Good evening. Good evening, sir. Good evening, sir. Good evening, sir. Good evening. എല്ലാവർക്കും സ്വാഗതം. ഇതിൽ കൂടി സ്വാഗതം. Good evening, sir. Good evening. Thank you so much. Thank you so much. Thank you, sir. Good evening, sir. Good evening. Good evening. Thank you so much. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിന് തുടർച്ചയെന്നോണമാണ് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കണമെന്ന് ചിന്തിക്കുന്നു. എന്നാൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയാണല്ലോ സബ്ജക്റ്റ് എപ്പോഴും. അപ്പോൾ ഈ ഒരു അറിവ് നമ്മുടെ ലൈഫിൽ ഒരു അറിവ് മാത്രമായിട്ട് വെച്ചിരിക്കാതെ അത് ജീവിതത്തിൽ എങ്ങനെ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. അത് നമ്മൾ വെറുതെ കേട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമല്ല, അത് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയാണ്. എവിടെന്നായാലും ശരി തന്നെ കൂടുതൽ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുകയും കൂടുതൽ ആഴത്തിൽ അറിയുകയും ചെയ്യണം. കാരണം നമ്മൾ കുറച്ച് ആളുകളാണ് ഈ സബ്ജക്റ്റില് ഈ ഒരു ലോക ജനസംഖ്യയിൽ വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമേ ഈ ഒരു പ്രപഞ്ച സത്യത്തിലേക്ക് എങ്ങനെയാണ് എന്നുള്ള അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടായിട്ടുള്ളൂ. കാരണം അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് സ്വയം കണ്ടുകൊണ്ട് അതിനൊരു നന്ദിയും പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് കൂടുതൽ അടുത്തറിയുകയും അത് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മികച്ചതാക്കുവാനും ശ്രമിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലും ആ ഒരു സന്ദേശം എത്തിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ സന്ദേശം എത്തിക്കണം. വരും തലമുറകൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഉള്ള അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ നമ്മൾ കാരണക്കാരാണ്. അപ്പോൾ നമുക്കതൊരു വലിയൊരു പുണ്യകർമ്മമായിട്ട് നമ്മുടെ കോൺഷ്യസ്നെസ്സിലേക്ക് കൂട്ടപ്പെടുമെന്ന പദമാണ് സത്യം. നമ്മൾ മുഖാന്തരം ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്തുകയും ആ ഒരു അറിവിലൂടെ അയാളുടെ ഒരു ജീവിതം മെച്ചപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതം മെച്ചപ്പെട്ടു പോകുന്നിടത്തോളം കാലം അതിലപ്പുറമായിട്ട് അത് ചിലപ്പോൾ തലമുറകൾ നീണ്ടു നിൽക്കുന്നതായിരിക്കും. ആ ഒരു അറിവിന്റെ ബേസിൽ ആ ഒരു വ്യക്തിയുടെ നന്മ കടന്നു പോകുന്നു. അതിനത്രത്തോളം നന്മ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിന് ലഭിക്കുമെന്നുള്ളതാണ് ഈ ഒരു അറിവിനോട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതൊരു കർമ്മമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു അറിവ് നിങ്ങൾ കേട്ട് സ്വയം അപ്ലൈ ചെയ്തതിനോടൊപ്പം തന്നെ ഇതിൽ താല്പര്യമുള്ളവർ ചിലപ്പം താല്പര്യമുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനുള്ള പരിശ്രമം കൂടി നടത്തണം. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. കാരണം ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു അറിവിലേക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു വെളിച്ചം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തേടിയിരിക്കുന്ന ആളുകളുണ്ടാകാം. ഇത് എങ്ങനെയാണ് ഒന്ന് മാറ്റം ഉണ്ടാക്കാൻ കഴിയുക, എന്ത് എനിക്ക് ചെയ്യണം. നിങ്ങൾ ദിവസേന പത്രങ്ങളിലൊക്കെ വായിക്കുന്നതല്ലേ, വാർത്തകളിലൊക്കെ കാണുന്നത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ആളുകൾ ജീവിതങ്ങൾ അവസാനിപ്പിച്ച് കളയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ചെറിയ പ്രതീക്ഷയുടെ വെളിച്ചങ്ങൾ ഈ ഒരു അറിവിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതിന് കുറിച്ചുള്ള അറിവുകൾ, വളരെ ചെറിയ രീതിയിലുള്ള ചിന്തകളും ഒക്കെ കൊണ്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയെടുക്കാമെന്നുള്ള ആ ഒരു അറിവ് നമ്മൾ ഈ പറയുന്ന ആളുകളിലേക്കൂടെയൊക്കെ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു പുണ്യം നമുക്ക് മാത്രമല്ല നമ്മുടെ വരും തലമുറകളിലേക്ക് കൂടി പകർത്തപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ ഒരു അറിവ് അതും കൂടി നമ്മൾ മനസ്സിലെപ്പോഴും വെച്ചിരിക്കണം. ഇത് ഒരു ആത്മീയമായ അറിവുകളാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പ്രധാനമായും ചർച്ച ചെയ്ത് നമ്മൾ ഇന്നർ വേൾഡിന്റെ ആ ഒരു പ്രതിബിംബമായിട്ടാണ് നമ്മുടെ ജീവിതം വരുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കിയതായിരുന്നു കഴിഞ്ഞ സെഷൻ. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ പുറത്തുള്ള ആളുകളുടെ സ്വാധീനത്തിനൊക്കെ ഒരു പരിമിതിയുണ്ട്. പുറമേയുള്ള ആളുകൾ നമ്മളെ കുറിച്ച് പറയുന്നതോ നമ്മളെക്കുറിച്ച് നമുക്ക് തരുന്ന അഭിപ്രായമോ ഒന്നും അല്ല നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന എന്താണോ അതിൻ്റെ ഒരു പ്രതിബിംബമായിട്ടാണ് നമ്മുടെ ജീവിതം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയതാണ് നമ്മുടെ ഉള്ളിലെ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വൈബിൽ മാറ്റം വരുത്തണം എന്നുള്ളത്. അതായത് നമ്മൾ മനസ്സിലാക്കിയതാണ്, അത് എപ്പോഴും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്.
ഓരോ മനുഷ്യനും ആ ഒരു ടേമിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി പോകണം. കാരണം അല്ലെങ്കിൽ ഈ ഒരു ഇതെന്താണ് എന്നുള്ള ഒരു നമുക്ക് ചില കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു പോകുക. അതായത് വേറൊന്നുമല്ല, ഓരോ മനുഷ്യനും കാന്തിക ശക്തി ഉള്ളതാണ്. അതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. നമ്മൾക്ക് എല്ലാവർക്കും കാന്തിക ശക്തിയുണ്ട്. ഓരോ ഓരോ ജീവജാലങ്ങൾക്കും കാന്തിക ശക്തിയുണ്ട്. ഓരോ ജീവജാലങ്ങളും അവരുടെ കാന്തിക ശക്തി ഉപയോഗിച്ചാണ് അവരുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നത്. അവരുടെ ആഹാരം കണ്ടെത്തുന്നതായാലും ശരി തന്നെ, അവരുടെ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് അവർക്ക് സ്വാഭാവികമായും ഉള്ളൊരു ജീവന്റെ ഭാഗമായ ഒരു ആകർഷണീയ ശക്തിയാണ്. അതാണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഒരു കാന്തിക ശക്തി നാച്ചുറലായിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ നിരന്തരമായി ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യന്റെ കാന്തശക്തിയിലും അതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കാനുള്ളത്. ഓരോ മനുഷ്യന്റെ കാന്തശക്തിയും വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള കാന്തശക്തിയിലാണ്. നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കാണാനൊക്കെ ഏതാണ്ട് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല എന്നുണ്ടെങ്കിൽ, രൂപത്തിലല്ല മൊത്തത്തിൽ മനുഷ്യരല്ലേ, എല്ലാവരും ഒരുപോലെയാണ് എന്നൊക്കെ ഒരു തോന്നലുണ്ടാവുമെങ്കിലും സത്യത്തിൽ നമ്മളെല്ലാവരും വ്യത്യസ്തമായ കാന്തശക്തി ഉള്ളവരാണ്. അത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കാന്തശക്തി എത്രയുണ്ടോ ആ കൃത്യമായ അതിനനുസരിച്ചുള്ള ജീവിതമായിരിക്കും നമുക്കുള്ളത്. അത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുവാൻ വേണ്ടി. അപ്പൊ നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ജീവിതത്തിൽ ജീവിതത്തെ മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ആത്മാർത്ഥയോടെ ചെയ്യുവാനുള്ളത് വേറൊന്നുമല്ല, നമ്മുടെ കാന്തശക്തിയെ വർദ്ധിപ്പിച്ചാൽ മതി. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ നമുക്ക് കാന്തശക്തിയുണ്ട്. ആ കാന്തശക്തിയെ കൂട്ടാനും കഴിയും, കുറയ്ക്കാനും കഴിയും. നമ്മുടെ കാന്തശക്തി കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ട് നമുക്ക് മികച്ചൊരു ജീവിതം ലഭിക്കും. അതേസമയം നമ്മുടെ കാന്തശക്തി കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ ക്വാളിറ്റി കുറയും. നമ്മൾ ആ ക്വാളിറ്റി കുറഞ്ഞ ജീവിതാനുഭവങ്ങളായിരിക്കും ആകർഷിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ കാന്തശക്തിയിൽ നമുക്ക് ഇംപ്രൂവ്മെന്റ്, ഉയർച്ച വരുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് നമ്മൾ വളരെ സ്വാർത്ഥമായിട്ടോ വളരെ ആത്മാർത്ഥമായിട്ടോ നമ്മൾ ചെയ്യുവാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതം എനിക്ക് മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാന്തശക്തിയെ വർദ്ധിപ്പിച്ചാൽ മതി. ആ ഒരൊറ്റ പോയിന്റ്, അതാണ് നമ്മൾ അടിവരയിട്ട് എഴുതി വെക്കേണ്ടത്. എൻ്റെ കാന്തശക്തിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. കാന്തശക്തി എന്നുള്ള വാക്ക് ഞാൻ തന്നെ പറയുന്നത് കാരണം ഇപ്പോഴും നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ആളുകൾ ഉണ്ടാകാം. അപ്പൊ പുതിയ ആളുകൾക്ക് ഈ വൈബ്രേഷൻ എന്ന് പറയുന്നൊരു വാക്കൊന്നും, ചിലപ്പോൾ വൈബ് എന്ന് പറയുന്ന വാക്കുകളൊന്നും തുടക്കത്തിൽ തന്നെ കേട്ടാൽ മനസ്സിലാകണമെന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം, തുടക്കത്തിൽ തന്നെ മിസ്സാവുന്നതുണ്ട്, തുടർന്നുള്ള പോയിന്റുകൾ മിസ്സായി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാൻ കാന്തശക്തി എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കാര്യം മനസ്സിലാവുക എന്നുള്ളതാണല്ലോ പ്രധാനം, ടേംസിലൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മുടെ കാന്തശക്തി ഏത് രീതിയിലും വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ പരമമായി ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വർദ്ധിക്കും. വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതാനുഭവങ്ങൾ മാറും. നമ്മൾ പുറമേയുള്ള ലോകത്തെ ഒന്നും നോക്കണ്ട, പുറമേയുള്ള ലോകം നമ്മുടെ അകത്തിനനുസരിച്ചാണ് മാറുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോ ഇവിടെ കാന്തശക്തിയെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കാന്തശക്തി, നമ്മുടെ വൈബ്രേഷനെ ഇംപ്രൂവ് ചെയ്യാൻ, നമ്മുടെ കാന്തശക്തിയെ വർദ്ധിപ്പിക്കാൻ എന്താണ് ചെയ്യാനുള്ളത്? എന്താണ് നമ്മുടെ കാന്തശക്തി വർദ്ധിക്കുവാൻ പ്രധാന ഘടകമായി നിൽക്കുന്നത്? ഇതാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള പോയിന്റ്. നമ്മുടെ മാഗ്നറ്റിക് പവർ അല്ലെങ്കിൽ വൈബിനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിലെ ഇമോഷൻ. ശ്രദ്ധിച്ചോളണം, നമ്മുടെ ഉള്ളിലെ ഇമോഷനാണ്, നമ്മുടെ ഉള്ളിലെ ഫീലിംഗ് അഥവാ ഇമോഷനാണ്
ഓരോ വ്യക്തിയുടെയും കാന്തശക്തിയെ അല്ലെങ്കിൽ വൈബ്രേഷനെ സ്വാധീനിക്കുന്നത്. ഓരോ വ്യക്തിയിലും ഇമോഷൻ പല വിധത്തിലുണ്ടാകും. നിരന്തരമായി ഏത് ഇമോഷനാണോ ഉള്ളിൽ വരുന്നത്, ആ ഇമോഷൻ അനുസരിച്ച് ആ വ്യക്തിയുടെ കാന്തശക്തി വർദ്ധിക്കും. അയാളുടെ ജീവിതവും അതിനനുസരിച്ച് മാറി വരും. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇവിടെ പല തരത്തിലുള്ള ഇമോഷൻസ് നമുക്കുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും ഉണ്ട്. നമ്മുടെ മനസ്സിൽ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഉള്ളിലെ വികാരം, നമ്മുടെ നെഞ്ചിൽ നമുക്ക് ഉള്ളിൽ മനസ്സിൽ തോന്നുന്ന, ഉള്ളിൽ ഇങ്ങനെ തോന്നുന്ന ഒരു വികാരം, ഫീലിങ്സ്. ഈ ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ നിരന്തരമായി പോസിറ്റീവായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാന്തശക്തി വർദ്ധിപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചതാണ്, നമ്മുടെ ഉള്ളിനെയാണ് നമ്മൾ സൂക്ഷിക്കുകയാണ്, നമ്മുടെ ഉള്ളിനെ നമ്മൾ ഉയർത്തണം. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്ന് കരുതിയിട്ടൊന്നും നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് ഇമോഷൻസ് നിരന്തരമായി വരണമെന്നില്ല. അത് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് ഇമോഷൻസ് നിരന്തരമായി വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കാന്തശക്തിയെ ഉയർത്താൻ കഴിയൂ. അതിനനുസരിച്ച് ക്വാളിറ്റിയുള്ള ലൈഫിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ക്വാളിറ്റിയുള്ള ജീവിതത്തെ നമുക്ക് ആകർഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ മറ്റുള്ള ആളുകൾ നീ കൊള്ളാം, നീ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഉള്ളിൽ ലോ ഇമോഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. നമ്മൾ കരുതും മറ്റുള്ളവർ എന്നെ കുറിച്ച് നല്ലത് പറയുന്നല്ലോ, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ജീവിതം കിട്ടുന്നില്ല, നല്ല ജീവിതം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവിടെ വിഷയം സംഭവം ഇതാണ്, നമ്മുടെ ഉള്ളിലെ ഇമോഷന്റെ ക്വാളിറ്റി കുറവ്. ഇമോഷൻസ് പലപ്പോഴും നെഗറ്റീവായിട്ട് നിൽക്കുന്നതിന് കാരണമായി മാറുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പോസിറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് ഇമോഷൻസും? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്നാലും പറയാം. വളരെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ കാന്തശക്തി വർദ്ധിക്കും. അത് പ്രത്യേകം നോട്ട് ചെയ്തോളണം. പോസിറ്റീവായ ഇമോഷൻസ് ആണ് സ്നേഹം, നന്ദി, കരുണ, സ്വസ്ഥത, ശാന്തമായ മനസ്സ്, സ്വസ്ഥത, മനസ്വസ്ഥത, ഈ ഒരു ഇമോഷൻസ്. പിന്നെ നമുക്ക് വിനയം, ഞാൻ ചില നോട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ഏതെങ്കിലും മിസ്സാവാതിരിക്കാൻ വേണ്ടിയാണ്. കഴിയുന്നവർ ഒന്ന് നോട്ട് ചെയ്തേക്കണം. കാരണം പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഇമോഷൻസ് നമ്മുടെ മനസ്സിൽ കരുതി കൂട്ടി നമ്മൾ കൊണ്ടുവരണം. എങ്ങനെയാണ് എൻ്റെ ഉള്ളിനെ മാറ്റേണ്ടതെന്നല്ലേ നമ്മൾ തിരക്കുന്നത്. അതുകൊണ്ടാണ് സ്നേഹം, നന്ദി, സ്വസ്ഥത, സന്തോഷം, വിനയം, പ്രചോദനം, പിന്നെ എമ്പതി, സഹാനുഭൂതി. ഈ ഇത്രയും ഇമോഷൻസ് ആണ് പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഈ ഇമോഷൻസിനെ നമ്മുടെ മനസ്സിൽ നമുക്ക് നിരന്തരമായി നിലനിർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ കാന്തശക്തി വർദ്ധിക്കും, നമ്മുടെ വൈബ് ഉയരും. ഇനി നെഗറ്റീവ് ഇമോഷൻസ് എന്തൊക്കെയാണ്? അത് വേണം. വെറുപ്പ്, വിദ്വേഷം, ഭയം, ദേഷ്യം, ദുഃഖം, അസൂയ, പിന്നെ കുറ്റബോധം, നിരന്തരമായ കുറ്റബോധം. ഇത്രയുമാണ് നെഗറ്റീവ് ഇമോഷൻസ്. ഈ നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ നിരന്തരമായിട്ട്, ഇതിലേതെങ്കിലും നമ്മുടെ ഉള്ളിൽ നിരന്തരമായി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രമേണ നമ്മുടെ വൈബ്രേഷൻ അഥവാ നമ്മുടെ കാന്തശക്തി കുറയുകയും നമുക്ക് അതിനനുസരിച്ച് ലോ ക്വാളിറ്റി ആയിട്ടുള്ള ജീവിതാനുഭവങ്ങൾ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ഒരു നമ്മൾ പ്രധാനമായിട്ടും ഈ ലോ ഓഫ് അട്രാക്ഷനിലെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിക്കും. നിങ്ങളുടെ കാന്തശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെ നിങ്ങൾ മെച്ചപ്പെടുത്തി നല്ല ജീവിതം സൃഷ്ടിക്കും. കാന്തശക്തി കുറയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള, അപ്പൊ ഈ ഇമോഷൻസ് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ മനസ്സിലാക്കി. ഇമോഷൻസ് പോസിറ്റിവിറ്റി ഉണ്ട്, നെഗറ്റിവിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ഇമോഷൻസിനെ എങ്ങനെ നമുക്ക് സ്വാധീനിക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്.
ഈ ഇമോഷൻസിന് നമുക്ക് പല രീതിയിൽ നമുക്ക് ഒരു ഇമോഷൻസ് നമുക്ക് അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് എങ്ങനെയാണ് പോസിറ്റീവ് ഫീലിംഗ് നെഗറ്റീവ് ഫീലിംഗ് വരുന്നത്? അത് പലപ്പോഴും നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കുന്നത് നമ്മൾ കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ചിന്തകൾ, സംസാരങ്ങൾ, നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, ഇവയെല്ലാം ചേർന്നാണ് നമ്മുടെ ഇമോഷൻസിനെ സ്വാധീനിക്കുന്നത്. അല്ലേ? നമുക്കൊരു പാട്ട് കേട്ടാൽ നമുക്ക് ഗുഡ് ഫീലിംഗ് ഉണ്ടാവാറുണ്ടല്ലോ. നല്ല പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് നല്ല ഫീലിംഗ് ഉണ്ടാകാറുണ്ടല്ലോ. അതൊരു നല്ല ഇമോഷനാണ്, പോസിറ്റീവ് ഇമോഷനാണ്. പക്ഷേ ആ പാട്ടിനകത്തെ ചില വരികളിൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലോ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ വാക്കുകളിൽ ഉണ്ടെങ്കിലോ, അത് നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുകയാണെങ്കിലോ, അത് നമ്മുടെ ഉള്ളിൽ ദുഃഖത്തിന്റെയോ സങ്കടത്തിന്റെയോ അല്ലെങ്കിൽ സ്വസ്ഥതയില്ലായ്മയോ ഉണ്ടാക്കിയാൽ അത് തീർച്ചയായിട്ടും നെഗറ്റീവ് ഇമോഷന്റെ ഭാഗമായിട്ട് വരും. നമ്മുടെ കാന്തശക്തി വൈബിനെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. അതിനകത്ത് നമുക്ക് സ്വന്തമായിട്ട് നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഇമോഷൻസും ഉണ്ട്, നമുക്ക് നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് പലതും നമുക്ക് കാണുന്ന കാഴ്ചകളിൽ ചിലതൊക്കെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയണമെന്നില്ല. നമുക്ക് കേൾക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാവണമെന്നില്ല. നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഇമോഷൻ ഡൗൺ ആകും. ചില വ്യക്തികൾ നമ്മുടെ ഇമോഷനെ സ്വാധീനിക്കും. ചിലപ്പോൾ പോസിറ്റീവായിട്ട് സ്വാധീനിക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് സ്വാധീനിക്കും. അങ്ങനെ നമുക്ക് ഈ വിവിധ കാര്യങ്ങളിൽ നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇവിടെ നമുക്ക് കരുതിക്കൂട്ടി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്രധാന ഘടകം, നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരം. ചിന്ത പോലും ചിലപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ നമ്മുടെ വാക്കുകൾ, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മൾ സംസാരിച്ചെങ്കിൽ മാത്രമേ അത് നമ്മുടെ നാവിൽ നിന്ന് വരുള്ളൂ. അത് പൂർണ്ണമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. മറ്റ് പല കാര്യങ്ങളും ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്തവയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരത്തെ ശ്രദ്ധിച്ചുകൊണ്ടും സംസാരത്തിൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടും അതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും നമുക്ക് നമ്മുടെ അകം ലോകത്തെ നിയന്ത്രിക്കുവാൻ കഴിയും. നമ്മുടെ അകം ലോകത്തെ നിയന്ത്രിക്കുവാൻ കഴിയും. നമ്മുടെ കാന്തശക്തിയെ, നമ്മുടെ വൈബിനെ അതിനനുസരിച്ച് നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ വളരെ സുപ്രധാനമായ ഒരു പോയിന്റ് ഇരിക്കുന്നത്. അതായത് നമ്മൾ വാക്കുകൾ, നമ്മൾ കരുതും നമ്മൾ ഈ വാക്കുകൾ, സംസാരിക്കുന്ന വാക്കുകൾ, നമ്മൾ സംസാരിക്കുന്നവ, വേർഡ്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ അതിന് അല്പവും പ്രാധാന്യം നൽകാതെയാണ് കരുതുന്നത്. നമ്മൾ ഒരു കാര്യം ഒരാളടുത്ത് പറഞ്ഞ് പ്രകടിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, ഒരു ഉപാധി എന്നുള്ള രീതിയിലല്ലാതെ നമ്മൾ വാക്കുകളെ കാണാറില്ല. എന്നാൽ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഓരോ വാക്കുകളും എനർജിയാണ്. ആ ഓരോ വാക്കിലും നമ്മുടെ കാന്തശക്തിയെ സ്വാധീനിക്കുവാൻ തക്ക വിധമുള്ള പവർ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. ഓരോ വാക്കിലും നമ്മുടെ ഓരോ വാക്കും നമ്മുടെ കാന്തശക്തിയെ വളരെയധികം സ്വാധീനിക്കാൻ തക്ക വിധമുള്ള പവർ ഒളിഞ്ഞിരിക്കും. അത് വെറും വാക്കുകളായിട്ട് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും നാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാന്തശക്തിയെ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നുണ്ട്. ആ വാക്കിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച്. ആ വാക്കിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റിയാണ് അതിൻ്റെ വൈബ്രേഷൻ, അതിൻ്റെ എനർജി, ആ എനർജിയുടെ വൈബ്രേഷൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന, അറിയാതെ, നമ്മുടെ നാട്ടുഭാഷയുടെ കാര്യത്തിലായാലും, നമ്മുടെ എന്താ പറയുക,
നമ്മുടെ വീട്ടിലെ സംസാര രീതിയുടെ കാര്യത്തിലായാലും സുഹൃത്തുക്കളോടുള്ള സംസാര രീതിയുടെ കാര്യത്തിലായാലും എല്ലാം നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന പല വാക്കുകളും നമ്മൾ അറിയാതെ നമ്മുടെ കാന്തശക്തിയെ സ്വാധീനിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അറിയാതെ പറയുന്ന പല നെഗറ്റീവ് വാക്കുകളും നമ്മുടെ കാന്തശക്തിയെ കുറയ്ക്കുന്നുണ്ട്. അത് നമ്മുടെ വൈബ്രേഷനെ താഴ്ത്തുന്നുണ്ട്. ആ വൈബ്രേഷന്റെ താഴ്ന്ന അവസ്ഥയാണ് പലപ്പോഴും ജീവിതത്തിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണവും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്ത വിധത്തിലുള്ള ബ്ലോക്കുകളും സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമ്മൾ എങ്ങനെ എനിക്കും എൻ്റെ ജീവിതത്തെ മാറ്റാം എന്ന് പറയുമ്പോൾ കരുതിക്കൂട്ടി മാറ്റാൻ കഴിയുന്ന ഒരു സുപ്രധാനമായ മാർഗമാണ് നമ്മൾ സംസാരിക്കുന്ന വാക്കുകളെ സൂക്ഷിക്കുക എന്നുള്ളത്. വാക്കുകൾ വെറും വാക്കുകളല്ല, അവ ഓരോന്നിലും അതിനനുസരിച്ച് എനർജി ഒളിഞ്ഞിരിപ്പുണ്ട്, പവർ ഒളിഞ്ഞിരിപ്പുണ്ട്. നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എപ്പോഴും അഫർമേഷൻസ് ഉപയോഗിക്കുന്നത്. പോസിറ്റീവ് അഫർമേഷൻസ് ഉപയോഗിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം ഈ ഒരു വാക്കിന്റെ ശക്തി ഉപയോഗിക്കുവാനാണ്. ഞാൻ നിങ്ങൾക്ക് തന്ന താങ്ക് യുവിന്റെ ചാൻഡിങ് മെഡിറ്റേഷൻ കൃത്യമായിട്ട് ആ വാക്കിലുള്ള അതിശക്തമായ പവർ, വൈബ്രേഷണൽ എനർജി കൃത്യമായിട്ട് നമ്മൾ ആവർത്തിച്ച് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ വൈബ്രേഷനെ നാം എന്ന് പറയുന്ന ഉരുവിടുന്ന വ്യക്തിയുടെ വൈബ്രേഷനെ അത്യധികമായി പോസിറ്റീവായിട്ട് സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ടാണ് ആ വാക്ക് തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞത്. ആ വാക്ക് എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്ന് പറഞ്ഞ ഫ്രൈസ്. അത് വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് തന്നത്. അതായത് 1000 തവണ കൺസിസ്റ്റന്റ് ആയിട്ട് ഏകാഗ്രതയോടുകൂടി നമ്മൾ ആ ഒരു വാക്ക് നമ്മൾ മിനിമം 1000 തവണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വാക്കിന്റെ ആ ഒരു പവർ, ആ ഒരു എനർജിയുടെ ഉയർന്ന പവർ കൊണ്ട് നമ്മുടെ ഉള്ളിലെ വൈബ് ഉയർത്തുന്നുണ്ട്. അത് നമ്മുടെ വൈബിനെ, നമ്മുടെ കാന്തശക്തിയെ ഉയർത്തുവാൻ സഹായിക്കും. കാന്തശക്തി ഉയരുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ രീതിയിൽ അതിനനുസരിച്ചുള്ള ഇംപ്രൂവ്മെന്റ് മെല്ലെ മെല്ലെ കണ്ടു തുടങ്ങും. ആ കാന്തശക്തി ആകർഷിക്കുന്നതാണത്. നമ്മുടെ കാന്തശക്തി ആകർഷിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് അട്രാക്ട് ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. അത് നമ്മൾ എത്രത്തോളം ഇത് നമ്മൾ പറയുന്നു അത്രത്തോളം ഇത് ഇങ്ങനെ നമ്മുടെ കാന്തശക്തി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് റിലീജിയൻസ് ഒക്കെ കൃത്യമായതുപോലുള്ള ചാൻറ്റിങ്, ജപങ്ങൾ തരുന്നത്. ദൈവനാമങ്ങൾ ജപിക്കുവാനൊക്കെ പറയുന്നതിന് പിന്നിലുള്ള രഹസ്യം അതാണ്. ദൈവനാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യധികമായ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാക്കാണ്. ഏറ്റവും ഹൈ വൈബിലുള്ള വാക്കാണ് ദൈവനാമം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അത് നിങ്ങൾ ആവർത്തിച്ച് ഉരുവിടുക എന്നൊക്കെ ഓരോ മതങ്ങളും പറയുന്നത്. അത് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുപോലെ ഇപ്പൊ എല്ലാവരും അത് ഫോളോ ചെയ്യണമെന്നില്ല. അപ്പൊ അങ്ങനെ അല്ലാത്തവർക്കും അതിപ്പോ നാമങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് താങ്ക് യുവിന്റെ ആ ഒരു ചാൻഡിങ് മെഡിറ്റേഷൻ. അപ്പൊ അത്തരം വാക്കുകൾ കൃത്യമായിട്ട് ആവർത്തിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ കാന്തശക്തിയെ വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ അത് മാത്രമാകരുത്, നമ്മുടെ നിത്യജീവിതത്തിലെ നമ്മുടെ സംസാര രീതിയെ ഇനി നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്യണം. നമ്മുടെ സംസാര രീതിയെ നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്യണം. നമ്മുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളോടായാലും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടായാലും ശരി തന്നെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ശരി തന്നെ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം. അത് ഞാൻ എൻ്റെ നാവിൽ നിന്ന് ഏത് വാക്ക് ഉപയോഗിച്ചാൽ ഞാൻ തത്തുല്യമായി എന്നെ ഇങ്ങനെ തരംഗത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സ്വയം എൻ്റെ കാന്തശക്തി ഇങ്ങനെ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ആ രീതിയിലാണ് നമ്മൾ സൃഷ്ടിക്കുക. അത് മനുഷ്യന് തന്നിരിക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. സ്വന്തം ജീവിതത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഈ യൂണിവേഴ്സൽ പവർ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രത്യേകതരമായ അനുഗ്രഹമാണ്. ആ നാവിൽ നിന്നും മനസ്സിൽ നിന്നും വരുന്ന ചിന്തകൾ കൊണ്ട് നീ നിന്റെ ജീവിതത്തെ സൃഷ്ടിക്കൂ. പക്ഷെ നീ കൃത്യമായിട്ട് നീ ആ നാവിൽ നിന്നും മനസ്സിൽ നിന്നും വരുന്ന ചിന്തകളെ നീ സൂക്ഷിക്കുക എന്നുള്ളത് നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അതിനകത്ത് വേറെ ആർക്കും ഇടപെടാൻ കഴിയില്ല. നീ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നാവിൽ നിന്ന് വരുന്ന നിരന്തരമായ വാക്കുകൾ ഞാൻ അനുസരിച്ച് ഞാൻ ഇങ്ങനെ എൻ്റെ കാന്തശക്തിയിൽ മുകളിലേക്ക് താഴോട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിരന്തരമായി നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞ് എപ്പോഴും എന്താ പറയുക, വളരെ മോശപ്പെട്ട വാക്കുകൾ പറയുന്നതാണ് എൻ്റെ സംഭാഷണ രീതി. അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവായിട്ട്, എപ്പോഴും എന്താ പറയുക, അശുഭകരമായിട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള വളരെ അശുഭകരമായിട്ടോ, അല്ലെങ്കിൽ എപ്പോഴും രോഗത്തെക്കുറിച്ചോ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചാണ് എൻ്റെ സംഭാഷണങ്ങൾ നിരന്തരമായ നാവിൽ നിന്ന് വരുന്നതെങ്കിൽ ക്രമേണ ഈ തരംഗം മെല്ലെ 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 താഴ്ന്നു പോകും. എൻ്റെ ലെവൽ താഴ്ന്നു പോകും. താഴ്ന്നു പോയിട്ട് ഞാൻ പിന്നെ ആകർഷിക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞ ജീവിതാനുഭവങ്ങളെ, ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും ആയിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ നാവിൽ വരുന്ന കാര്യങ്ങളെ നമുക്ക് കൃത്യമായിട്ട് അത് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. അതിനെ മാറ്റി പ്രതിഷ്ഠിക്കാം. നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ട്. ആ കഴിവിനെയാണ് നമ്മൾ ഉപയോഗിക്കാനുള്ളത്. ആ കഴിവിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ശാസിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴും, നമ്മുടെ ഇപ്പം മറ്റ് റിലേറ്റീവ്സുമായിട്ട് എന്തെങ്കിലും ചെറിയൊരു ആർഗ്യുമെന്റോ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടാകാറുണ്ടല്ലോ കുടുംബങ്ങളിൽ. അപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് സൂക്ഷിക്കണം. നമ്മൾ അവരെ ചിലപ്പോൾ ഒന്ന് വേദനിപ്പിക്കാനുള്ള ഉദ്ദേശ്യത്തിലായിരിക്കും നമ്മൾ ചില വാക്കുകൾ എടുത്ത് പ്രയോഗിക്കുന്നത്. പക്ഷെ അത് അവർക്ക് ഏൽക്കുന്നതിനേക്കാളും ഉപരി നമുക്കാണ് ആദ്യം ഏൽക്കുന്നത്. നമ്മളൊരു ആളെ വിട്ടി എന്ന് വിളിക്കുക, സ്റ്റുപ്പിഡ് എന്ന് വിളിക്കുകയാണെന്ന് കരുതുക. വിട്ടി എന്ന് വിളിക്കുമ്പോൾ ആ ഒരു വാക്കിന്റെ ഒരു നെഗറ്റീവ് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു ചൂളൽ, ഒരു ഇടിവാണ് വരുന്നത്. ആദ്യം നമ്മൾ ഇടിയും, നമ്മുടെ വൈബ് താഴും. എന്നിട്ട് മാത്രമേ നമുക്ക് ആ വാക്ക് മറ്റുള്ളവർക്ക് ഏറ്റാലും ഇല്ലെങ്കിലും അത് അവരുടെ ആ കേൾക്കുന്ന ആളിന്റെ രീതി പോലെ ഇരിക്കും. അയാളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളും അങ്ങനെ ആയി മാറും. അയാൾക്കും അത് പോകും. പക്ഷെ ആദ്യം കൊള്ളുന്നത്, അഫക്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ആളിനെയാണ്. അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ നമ്മുടെ വൊക്കാബുലറി, നാവിൽ നിന്ന് വരുന്ന ഓരോ കരുതി കൂട്ടി മാറ്റണം. ക്വാളിറ്റിയുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ തീരുമാനമെടുക്കണം. ക്വാളിറ്റിയുള്ള വാക്കുകൾ. അത് മാത്രമല്ല, ചെറിയ കാര്യങ്ങൾക്ക് വരെ വലിയ രീതിയിൽ ചെറിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ വളരെയധികം ആഹ്ലാദിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ നിലവിലുള്ള ദൈനംദിന വൊക്കാബുലറി, ദൈനംദിന വാക്കുകൾ, കുടുംബാംഗങ്ങളോട്, നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെ സ്വയം പറയുന്ന വാക്കുകളിൽ സൂക്ഷിക്കണം. അതിനകത്ത് വരുന്ന നെഗറ്റീവ് അത് വെറും വാക്കുകളല്ല, അത് നമ്മെ ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മളിങ്ങനെ വൈബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഓരോ വാക്കുകൾ. നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് 10 പ്രാവശ്യം വേണ്ട, ചെയ്യണ്ട, ഒന്ന് വിട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപകടം അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും വാക്കുകൾ ചെറുതെ അങ്ങനത്തെ ഒരു 5-10 വാക്കുകളൊന്ന് പറഞ്ഞു നോക്കിയാണ്. നമ്മൾ തളർന്നു പോകും, കുറച്ച് ക്ഷീണിക്കും നമ്മൾ നാച്ചുറലി ഇരിക്കുമ്പോൾ. ആ രീതിയിലാണ് നമ്മൾ വൈബ് താഴ്ന്നു പോകുന്നത്. ഉള്ളുകൊണ്ട് എരിഞ്ഞ് തളർന്നു പോകും. സ്പെഷ്യലി എൻ്റെ ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന ആളുകൾ, നിങ്ങൾ ഹൈ വൈബിൽ അത്യാവശ്യം നല്ല വൈബിലുള്ള ആളുകളെ ഇവിടെ വരുള്ളൂ, എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ര വാക്കുകൾ പോലും താങ്ങാൻ കഴിയില്ല. കാരണം ആ രീതിയിലാണ് ആ വാക്കിന്റെ നെഗറ്റിവിറ്റി ഇരിക്കുന്നത്. നമുക്ക് കുറെ നെഗറ്റിവിറ്റി വാക്കുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ സംസാര ശൈലിയുടെ ഭാഗമാവുകയാണെങ്കിലും ആ വാക്കുകൾ, അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇംഗ്ലീഷുകാരുടെയൊക്കെ കേട്ടില്ലേ, ഇംഗ്ലീഷുകാരുമായിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മളെപ്പോഴും ഉദാഹരണമായിട്ട് എടുക്കുന്നതല്ല, പക്ഷെ അവരുടെ ലൈഫൊക്കെ അവരെന്നാലും അവരെ ബഹുമാനത്തോടു കൂടി നോക്കുമല്ലോ. അവർ വലിയ വികസിത രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിലൊക്കെ പോയി ജീവിക്കാനും സെറ്റിൽ ആവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെന്തുകൊണ്ടാണ് അവർ നല്ല വികസിത രാജ്യം,
ആയതുകൊണ്ട് എന്താണ് അവരുടെ രാജ്യം സ്വന്തമായിട്ടാണോ അവർക്ക് സമ്പത്ത് കൊടുത്തത്? ആ രാജ്യങ്ങളിൽ നിന്ന് മണ്ണിൽ നിന്ന് സമ്പത്തുണ്ടായത് വന്നതാണോ? അല്ല. ആ ഓരോ ജനതയും ഓരോ മനുഷ്യനും ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ രാജ്യങ്ങൾ ഡെവലപ്പ് ആയത്. ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ സംസാര രീതി, അവരുടെ പെരുമാറ്റ രീതിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? അവർ എപ്പോഴും ചെറിയൊരു കാര്യത്തിന് തന്നെ വളരെയധികം നന്ദിയും സ്നേഹവും ഒരു അപ്രീസിയേഷനും എല്ലാ കാര്യത്തിനും, ചെറിയ കാര്യത്തിന് തന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് പരമാവധി. എപ്പോഴും ആ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കൊണ്ടാണ് അവരുടെ ആ ഒരു വൊക്കാബുലറി നിലനിൽക്കുന്നത്. താങ്ക് യു സോ മച്ച്, അപ്രീഷിയേറ്റഡ്, ഓ ലവ്ലി, ഫണ്ടാസ്റ്റിക്, അങ്ങനെയുള്ള വാക്കുകളാണ്. നമ്മൾ എത്ര അത് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട്? ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചു നോക്കണം. എന്നിട്ട് നമ്മുടെ സംസാര രീതി ചെറിയ രീതിയിൽ നമ്മൾ കരുതി കൂട്ടി ഒന്ന് മാറ്റി പിടിച്ചു വേണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മാറ്റം നമുക്ക് എത്രമാത്രമാണ് ജീവിതത്തിനകത്ത് മാറ്റം ഉണ്ടാക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾക്കും വ്യത്യാസം ഉണ്ടാകും. ഒഴുക്ക് വർദ്ധിക്കും ജീവിതത്തിന്റെ ഫ്ലോ. അല്ലാതെ എല്ലാത്തിനും വിമർശിച്ച് കുറ്റപ്പെടുത്തി നമ്മളൊരു പത്രം എടുത്ത് രണ്ട് രാഷ്ട്രീയക്കാർ തമ്മിൽ പരസ്പരം വിമർശിക്കുന്നത് വായിക്കുന്നത് തന്നെ സത്യത്തിൽ നമുക്ക് അപ്പോൾ ഒരു രസം തോന്നുന്നത് നമ്മുടെ താഴ്ന്ന ഈ ബോധതലത്തിന്റെ ഒരു ഇതുകൊണ്ടാണ്. പക്ഷെ ഉള്ളുകൊണ്ട് പിന്നെ നമ്മൾ ഡൗൺ ആവുകയാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് നമ്മളെന്ന് പറയുന്നൊരു വ്യക്തി സ്വാർത്ഥരാകണം. ആ കാര്യത്തിനകത്ത് സ്വാർത്ഥര, അവിടെ ഞാൻ ആ ഒരു വാക്കാണ് ഞാൻ എപ്പോഴും പ്രയോഗിക്കാൻ. അവിടെയാണ് സെൽഫിഷ് ആകാനുള്ളത്. എൻ്റെ വൈബിനെ ഉയർത്താൻ ഞാൻ സ്വാർത്ഥമാകും. അവിടെ ഞാൻ സ്വാർത്ഥമാകും. അവിടെ ഞാൻ എൻ്റെ വൈബിന്, എൻ്റെ കാന്തശക്തി എനിക്ക് ഉയർത്തിയാലേ എനിക്ക് ഉയർന്ന ജീവിതം കിട്ടും. അതായത് നമ്മൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം മറ്റൊരാളുടെ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഏറ്റവും ലൈറ്റായിട്ടുള്ള വാക്കുകളെ ഇനി ഉപയോഗിക്കാവുള്ളൂ. ഏറ്റവും ലൈറ്റായിട്ടുള്ള വാക്കുകൾ. നമ്മളിപ്പോൾ ഒരു അപകടം കണ്ടു, അത് പറയണമെന്ന് ഒരു അപകടം വരുന്ന വഴിക്ക് ഒരു അപകടം കണ്ടു. ആ അപകടം നമ്മൾ വേറൊരാടുത്ത് പറയണമെന്ന് നിർബന്ധമില്ല. അപകടത്തിന്റെ ഡീറ്റെയിൽസ് കഴിവൊന്നും പറയാതിരിക്കുക. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കണ്ട രംഗങ്ങൾ സത്യത്തിൽ ഈ പറയുന്ന ആളിന്റെയും കേൾക്കുന്ന ആളിന്റെയും എല്ലാം മനസ്സിൽ പിന്നെയും പിന്നെയും ലോ വൈബിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ നമുക്കൊരു കാര്യം പറയേണ്ടി വന്നാൽ അത് പരമാവധി സിംപ്ലിഫൈ ചെയ്ത് വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ ശ്രമിക്കണം. കരുതി കൂട്ടി. അവിടെയാണ് നമ്മൾ സ്വാർത്ഥരാകണമെന്ന് പറയുന്നത്. സ്വാർത്ഥരാകണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ കരുതി കൂട്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയണം. അവിടെ വാക്കുകളുടെ പ്രാധാന്യം അവിടെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് ഏതെങ്കിലും രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ അല്പം ഒന്ന് ശാസിക്കാനോ അല്ലെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. നമ്മൾ അവരോട് നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മളെ മാത്രമല്ല അവരെയും സ്വാധീനിക്കുന്നുണ്ട്. ആ വാക്കുകൾ അവരുടെ മനസ്സിലേക്ക് സബ് കോൺഷ്യസിൽ മുറിവുകൾ പലപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട്. ആ വാക്കുകളുടെ പവറാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിത്യജീവിതത്തിൽ നമ്മൾ കരുതിക്കൂട്ടി പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ചൂസ് ചെയ്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. നമ്മൾ ഒരു കാര്യം, എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ഈ വിപുലീകരിച്ചെന്നും ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ അത് പറയാൻ, ഞാൻ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് കഴിവിന്റെ പരമാവധി മാറിയത്. കാരണം അവരിങ്ങനെ പറയുമ്പോൾ അത് ആ ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആ രീതിയിൽ ഈ ഡീറ്റെയിൽ ആണ് പറയുന്നത്. നമ്മളും ചെയ്യാതിരിക്കുക, അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു നോക്കുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ വൈബ്രേഷൻ, നമ്മുടെ കാന്തശക്തി ഉയരും. അത് ക്രമേണ അത് നമ്മളെ ഉയർത്തും. ആ ഉയർത്തൽ നമുക്ക് ഇപ്പോഴും നിലവിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾക്കും സൊല്യൂഷൻസ് കണ്ടെത്തുവാൻ നമ്മളെ സഹായിക്കും. അതാണ് ഈ വൈബിന്റെ പ്രത്യേകത. ഉയർന്ന വൈബ്രേഷൻ, അതായത് ഉയർന്ന കാന്തശക്തി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള ലൈഫിനെ ആകർഷിക്കുവാൻ വേണ്ടി നിലവിലുള്ള പല ബുദ്ധിമുട്ടുകളെയും മാറ്റിത്തരുമെന്നുള്ളതാണ്. അത് നിയമമാണ്, ദി ലോ ഓഫ് വൈബ്രേഷന്റെ നിയമമാണ്. സമാന വൈബിലുള്ളത് ആകർഷിപ്പിക്കപ്പെടും എന്നുള്ളത്. അപ്പൊ നമ്മളെ സ്വന്തം വൈബിനെ, സ്വന്തം
വൈബിനെ ഉയർത്തുമ്പോൾ സമാന വൈബിലുള്ള ഉയർന്ന ക്വാളിറ്റി ഉള്ള കാര്യങ്ങളും ആകർഷിപ്പിക്കണം എന്നുള്ളത് നിയമമാണ്. ഒരു സംശയം വേണ്ട. ആ നിയമത്തിനനുസരിച്ചാണ് നമ്മൾ നമ്മെ സ്വയം സെറ്റ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞതുകൊണ്ട് തൽക്കാലം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. അൺമ്യൂട്ട് ചെയ്തിരുന്നു. Sir. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദിക്കണേ. സർ, എമ്പതി പോസിറ്റീവിൽ വരുമോ? വരും. കരുണ എന്നുള്ള വാക്കിലാണ് നമ്മുടെ മനസ്സിൽ കാരുണ്യം വേണമല്ലോ. കാരുണ്യ സ്നേഹമാണ് അത്. ഒരു അതൊരു നെഗറ്റീവ് അല്ല. കരുണ എല്ലാവരുടെ ഒരു ദൈവികമായിട്ടുള്ളൊരു ഇമോഷനാണത്. കരുണ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും നല്ല മറ്റുള്ളവരോട് കരുണ തോന്നുക, നല്ലൊരു കാരുണ്യത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുക പോസിറ്റീവ് അല്ലേ? അതൊരിക്കലും നെഗറ്റീവ് ആകില്ലല്ലോ. ചോദിച്ചോളൂ മായ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സർ, നമ്മളെ ഫണ്ടാസ്റ്റിക് എന്ന് പറയുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ ഇത്? അത് കുഴപ്പമില്ല. അപ്പൊ അത് കുഴപ്പമില്ല. കുഴപ്പമില്ല. നമ്മൾ എക്സൈറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മള് മനസ്സിലായത് നമ്മൾ അവിശ്വസനീയമായ രീതിയിൽ തോന്നുന്നു. നമുക്ക് കിട്ടുന്ന ചില അനുഗ്രഹങ്ങൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നമുക്ക് അത് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു അവിശ്വസനീയത തോന്നും. മാഡം ലൂയിസ് ആണോ എന്നറിയില്ല. ഏതോ അവരുടെ സ്റ്റുഡന്റ് കണ്ണിന് കണ്ണാടി കാഴ്ചക്കുറവുണ്ടായിരുന്നു. കാഴ്ചക്കുറവുണ്ടായിട്ട് അവര് ഒരു പ്രാക്ടീസ് കൊടുത്തു, ഒരു അഫർമേഷൻ കൊടുത്തു അത് മാറ്റാൻ വേണ്ടി. അപ്പം അഫർമേഷൻ കൊടുത്ത് അവർ അഫർമേഷൻ ചൊല്ലി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് അവർ കണ്ണാടി, അതായത് നോർമലി ഒരു ഐ ഗ്ലാസ് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഐ ഗ്ലാസ് എടുത്ത് വെച്ചപ്പോൾ അവർക്ക് കണ്ണ് കാണാൻ വയ്യ. അതായത് അവർക്ക് നോർമൽ കാഴ്ച കിട്ടി. നോർമലായിട്ട് ഗ്ലാസ് വെക്കാതെ തന്നെ അവർക്ക് നോർമൽ വിഷൻ കിട്ടിയപ്പോൾ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവർ ഉടനെ ഇതൊന്നും എനിക്ക് അത്ഭുതമായിരിക്കുന്നു, എനിക്ക് അവിശ്വസനീയമായിരിക്കുന്നു, ഐ കനോട്ട് ബിലീവ് ദിസ്, ഇറ്റ്സ് അൺബിലീവബിൾ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ച് അതിനകത്ത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് അത് കാഴ്ച പഴയതുപോലെ എന്നാണ് പറഞ്ഞത്. അതായത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അൺബിലീവബിൾ എന്നുള്ള വാക്കുകൾ. അതായത് അവർ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് മാഡം ലൂയിസെ അവർ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നന്ദി പറയുക. നമുക്കൊരു പിതാവ് അതിന്റെ കുഞ്ഞിന് നൽകുന്ന സ്നേഹത്തോടെ നൽകുന്ന ഒരു കാര്യം പോലെ എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഒരുപാട് അത്ഭുതപ്പെടുകയോ എക്സൈറ്റഡ് ആവണമെന്ന് ഉള്ള തോട്ടൊന്നും വേണ്ട. നമ്മൾ നോർമലി ന്യൂട്രലായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉള്ളുകൊണ്ട് പ്യൂരിഫൈ ചെയ്യുക, നമ്മൾ ഹീൽ ചെയ്യുക കൂടുതൽ. അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. ഭവ്യ ചോദിക്കാം. കാരണം മായ കഴിഞ്ഞു, നമുക്ക് പിന്നെ കണ്ടിട്ടുണ്ടാവും. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. സാറേ, ഞാനിപ്പോ 2019 മുതൽ സാറിന്റെ വീഡിയോസ് കേൾക്കുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഒത്തിരി ലൈഫിൽ പോസിറ്റീവായ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ ഇടയായിട്ട് എനിക്ക് എല്ലാ ദിവസവും കുറെ നാളായിട്ട് മെഡിറ്റേഷൻ എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ എന്തോ ഒരു എന്താ പറയാ, എല്ലാത്തിനോട് ഒരു എനിക്ക് ഇതൊക്കെ ചെയ്തിട്ട് ആ ഒരു ഫീലിംഗ്. അതിന് മെയിനായിട്ടൊരു റീസൺ എനിക്ക് തോന്നുന്നത്, ഇപ്പൊ എന്റെ മോനെ ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യെങ്കിലും വീട്ടിൽ നിന്ന് ആളുകൾ പറയുന്നത് അവനൊരു നോർമൽ മനുഷ്യനായിട്ട് വളരട്ടെ, നീ എന്തിനാ ഇങ്ങനെ. ഇപ്പൊ അവൻ എന്തെങ്കിലും ഒരു കാര്യം എടുത്തോണ്ടിരാൻ പറഞ്ഞ അവൻ കൊണ്ടുവന്ന് അവര് പറയും പറഞ്ഞാ അവൻ കേൾക്കാത്ത. അപ്പൊ ഞാൻ പറയും അങ്ങനെ പറയണ്ട, അവൻ നല്ല മോനാ, പറഞ്ഞാ കേൾക്കുന്ന മോനാ, ഒരു പ്രാവശ്യമല്ലേ ചെയ്തുള്ളൂ എന്ന് പറയുമ്പോ അതെന്തിനാ ഇപ്പൊ അങ്ങനെ പറയുന്ന, അവൻ അങ്ങനെ നോർമലായിട്ട് വളരട്ടെ, മാനുഷികനെ ആ ഒരു രീതിയിലുള്ള ടോക്ക് വരുമ്പം എനിക്ക് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാതെ വരാം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. എനിക്ക് സാറിന്റെ വീഡിയോസിനും എല്ലാത്തിനും കിട്ടിയത് വെച്ചിട്ട് എന്റെ ലൈഫ് ഒത്തിരി മാറിയിട്ടുണ്ട്. ഈവൻ എനിക്ക് 10 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. ഈ ഒരു ചേഞ്ച് വരുത്തി അതിനുശേഷം ട്രീറ്റ്മെന്റ് പോലും എടുക്കാതെ പ്രപഞ്ചം എനിക്ക് തന്നൊരു മോനാണ്. അപ്പം പ്രഗ്നൻസിയിലൊക്കെ ഇത് ഫോളോ ചെയ്തതാ. പക്ഷെ ഈ ഒരു ടൈം ഞാൻ ആകെ ഇപ്പൊ സാറിന്റെ ലൈവ് ക്ലാസ്സിലൊന്നും ഞാൻ കയറാറില്ല. എനിക്ക് ഒന്നും ഒരു ഫോളോ ചെയ്യാൻ തോന്നില്ല. ആകെ ഒരു ഡിപ്രഷൻ, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, എന്നാലും ആ ഒരു സ്റ്റേജ് വീണ്ടും എനിക്ക് വന്നൊരു ഫീലിംഗ്. അപ്പൊ ഞാനിത് എങ്ങനെ ഇപ്പൊ ഞാൻ എന്നിട്ട് വീണ്ടും മനഃപൂർവ്വം സാറിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുക, പോസിറ്റീവ് എനർജി ഇങ്ങനെ ഞാൻ മനഃപൂർവ്വം കൊണ്ടുവരികയാണ്, അഫർമേഷൻ ഒക്കെ ചൊല്ലി. പക്ഷെ പെട്ടെന്ന് ഒരു ഡൗൺ ആയ ഒരു അവസ്ഥ വന്നൊരു ഫീലിംഗ് എനിക്ക് ഇപ്പൊ ഉള്ളത്. ഒരു 2019 ലാസ്റ്റ് മുതൽ ഇത്രയും നാൾ ഞാൻ നല്ലൊരു ഇതിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അത് എങ്ങനെയാ സാർ ഞാൻ ഓവർകം ചെയ്യും? ഇങ്ങനെ നമ്മളെ ചുറ്റുപാടിന് ഇങ്ങനത്തെ നെഗറ്റീവ് വരുമ്പം
നമ്മൾക്ക് എനിക്കാണെങ്കിൽ എനിക്കത് അഫർമേഷൻ ചൊല്ലി മാറ്റാം, പക്ഷെ എന്റെ മോനിലേക്ക് അത് അവന്റെ മുന്നിൽ നിന്ന് വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ കഥകൾ പറയാ, ഗോസിപ്പ് പറയാ, അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കിപ്പോ പേടിയാവാൻ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ നോളജ് എനിക്കുണ്ട്, അയ്യോ എന്റെ കുട്ടി ഇതൊക്കെ കേൾക്കുന്നല്ലോ, അവന്റെ വൈബ്രേഷൻ കുറഞ്ഞു, ആ ഒരു രീതിയായി പോകുന്നു എനിക്ക്. അപ്പൊ ഇത് ഞാൻ എങ്ങനെയാ മാറ്റേണ്ടത് സർ? അത് അത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് ചെറിയൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഭവ്യ നല്ല രീതിയിൽ ഹൈ വൈബ്രേഷനിലേക്ക് വന്ന ഒരാളാണ്. നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഗുണമെല്ലാം ജീവിതത്തിൽ ലഭിച്ചു. നല്ല രീതിയിൽ വരുമ്പോൾ നമ്മളൊരു ലെവലെത്തുമ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ നമ്മൾ കയറുവാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ചില പാറ്റേൺസ് നമുക്ക് ചില റെസിസ്റ്റൻസ് തരും. ആ റെസിസ്റ്റൻസ് ആണ്, ഇതൊരു പ്രതിരോധമാണ്. ആ പ്രതിരോധത്തെ നമ്മൾ ഓവർകം ചെയ്യാൻ നമ്മൾ കരുതിക്കൂട്ടി ശ്രമിക്കണം. പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചില അനുഭവങ്ങൾ, ഔട്ടർ വേൾഡിലുള്ള ചില ചുറ്റുവട്ടത്തുള്ള ചില ആളുകളിൽ നിന്ന് നമുക്ക് ചില റെസിസ്റ്റൻസ് ലഭിക്കും. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ അങ്ങനെ തന്നെ കാണണം. ഇതെനിക്കൊരു റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അതായത് നമ്മളൊരു പടി കയറുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ഗോവണി ആയാലും മറ്റായാലും നമ്മൾ കയറുമ്പോൾ മുകളിലേക്ക് കയറുവാൻ നമുക്ക് റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കാല് കഴപ്പം, നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാകുന്നത്. റെസിസ്റ്റൻസ് ആണ് താഴോട്ടുള്ള പക്ഷെ നമ്മൾ മുകളിലോട്ട് കയറിയാലോ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. അതായത് മുകളിലത്തെ നിലയിലേക്കാണ് നമ്മൾ എത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ക്ഷമയോടുകൂടി നമ്മുടെ മനസ്സിനെ ആ ഒരു രീതിയിൽ എടുക്കണം. ഇതങ്ങ് കഴിഞ്ഞു പോകും. ഇതൊരു ബുദ്ധിമുട്ടാണ് അല്ലാതെ നമ്മൾ എല്ലാത്തിലും ചെറിയ കാര്യത്തിൽ തന്നെ ഭയങ്കരമായി നെഗറ്റിവിറ്റി ഫോക്കസ് ചെയ്യരുത്. ഇപ്പൊ അവന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, അവനും ബാധിക്കുമെന്ന് ഭയക്കുന്നതിന് പകരം നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ കൂടുതൽ സ്വയം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് നമ്മളെ സ്വയം ഉയർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ഉയർച്ച കൊണ്ട് അവന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരില്ല. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മുടെ ഒരു അമ്മയ്ക്കാണ് അവനിൽ കൂടുതൽ സ്വാധീനം, അല്ല ചുറ്റുവട്ടമുള്ള ആളുകൾക്കല്ല. അപ്പൊ അമ്മ അവനെ ഓർത്ത് ഭയക്കുന്നതിന് പകരം അമ്മ ചെയ്യാനുള്ളത് എൻ്റെ കുഞ്ഞ് കൂടുതൽ സുരക്ഷിതനാണ് എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ അമ്മയുടെ സബ് കോൺഷ്യസ് ആണ് കുഞ്ഞിന് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. അപ്പം ആ രീതിയിൽ നമ്മൾ അതിനെ കാണും. എന്നിട്ട് നമ്മൾ സ്വയം ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ നമ്മളെന്ന് പറയുന്നത് നമ്മളെന്ന് പറയുന്നത് ദീപമാണ്. ആ ദീപത്തെ ആ ദീപത്തിന് ഒരു നാളമുണ്ട്. അത് നമ്മുടെ ആത്മശക്തി എന്ന് പറയുന്ന നാളമാണ്. അതിന്റെ തിരിവുയർത്തിക്കൊണ്ട് നമ്മൾ കൂടുതൽ, അതാണ് കാന്തശക്തി എന്ന് പറയുന്നത്. നമ്മളെന്ന് പറയുന്നത് വൈബ്രേഷനെ ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളായാലും നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാം ആ വൈബ്രേഷനെ തണലിൽ വന്നുകൊണ്ട് പുറമേ നിന്നുള്ള ഒരു ശക്തിക്കും അതിനെ സ്വാധീനിക്കാൻ കഴിയാത്ത രീതിയിലായി മാറും. നമ്മളാണ് ആദ്യം ഇപ്പം ഭവ്യ ഈ പ്രാക്ടീസ് എല്ലാം നിർത്തി പഴയതുപോലെ നെഗറ്റീവായിട്ട് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ദീപനാളം എന്ത് ചെയ്യും? കൂടുതൽ ഇരുണ്ട് പോകുകയല്ലേ ചെയ്യുന്നത്. അതായത് ഈ കരിന്തിരിയായി മാറും. കരിന്തിരിയായി മാറുന്ന ഒരു സാഹചര്യത്തിൽ പ്രകാശം കൊടുക്കാൻ പറ്റുമോ അടുത്തുള്ള ആളുകൾക്ക്? അതാണ് നമ്മൾ മനസ്സിലാക്കുകയുള്ളത്. കരിന്തിരി ആകാതിരിക്കുക, നല്ല പ്രകാശം വർദ്ധിപ്പിക്കുക. അതിനുള്ള മാർഗങ്ങളാണ് ഈ ക്ലാസ്സുകളിലൂടെ നൽകുന്നത്. ഓരോ വ്യക്തിയും അവരുടെ ഈ ഇന്നർ ലൈറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിന് മാത്രമല്ല, അവരോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ആ പ്രകാശം കിട്ടും. അവരിതിനകത്ത് വിശ്വസിച്ചില്ലെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി. അത് മനുഷ്യന്റെ കഴിവാണത്. അത് ആത്മപ്രകാശം പകർന്നു നൽകാൻ കഴിയും. അത് എല്ലാവരും ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റാണ്. ഞാനത് മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിനകത്ത് നിങ്ങൾ ആ ഒരു 350 ആ ഒരു റേഞ്ചൊക്കെ അക്സെപ്റ്റൻസ് അതിനകത്തൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പർട്ടിക്കുലർ ലെവലിൽ നമ്മുടെ വൈബ് ഉയർന്നു കഴിഞ്ഞാൽ ആ വൈബ് നമുക്ക് മാത്രമല്ല, അത് ഈ ലോകത്തുള്ള പല ആളുകളിലേക്കും അതിന്റെ പ്രകാശം, ആ വൈബിന്റെ ആ തണുപ്പും പ്രകാശവും നൽകിക്കൊണ്ട് കൗണ്ടർ ബാലൻസ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റിയെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നുണ്ട്, ദോഷങ്ങളെ ഹീൽ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോ ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസിൽ വീണു പോവുകയല്ല വേണ്ടത്. ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. എനിക്ക് ഇതിനകത്ത് പിടിച്ചു നിന്ന് ഞാൻ ശക്തമായി മുന്നോട്ട് പോകും. എനിക്ക് മുൻകാലങ്ങളിൽ എനിക്ക് അനുഗ്രഹങ്ങൾ, എനിക്ക് റിസൾട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ളതാണ്. അതാണ് സത്യം. ഇല്ല ചുറ്റുവട്ടത്തിൽ കാണുന്ന ഈ റെസിസ്റ്റൻസിൽ വീണുപോയാൽ അവിടെ ഏത് തീരുമാനം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ദിവ്യ പറയും. സാർ നമസ്കാരം. നമസ്കാരം. സാറിന്റെ വീഡിയോസ് ഒക്കെ ഒരു 5 വർഷമായിട്ട്
ഞാൻ ഫോളോ ചെയ്തതാണ് സാർ. ഒരു വീഡിയോസ് പോലും ഞാൻ കാണാതിരുന്നിട്ടില്ല. അപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് കുറേയൊക്കെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആയിട്ടുണ്ട് സാർ. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ എക്സൈറ്റ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് നമ്മൾ പറയുമല്ലോ, അത് നമ്മൾ കിട്ടിയതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക, അതിന്റെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ? അങ്ങനെ കിട്ടിയതായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോ അപ്പൊ അതൊരു ഇതായിട്ട് എക്സൈറ്റ്മെന്റ് അല്ലല്ല, അതാണ് ആ ഒരു ആകുമ്പോഴത്തേക്കാണ്. എക്സൈറ്റ്മെന്റ് ആണ് ദോഷമുള്ള എക്സൈറ്റ്മെന്റ് എന്ന് പറയാൻ കാര്യം. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ മനസ്സിലായില്ലേ? എക്സൈറ്റഡ് ഞാൻ അതാണ് ആവാൻ പറഞ്ഞത്. പാടില്ല. ഇപ്പൊ നമുക്ക് ഒരു ജോലി തരിക എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട്, നമ്മളിപ്പോ നമ്മുടെ പിതാവ് ഒരു കടയിൽ നിന്ന് നമുക്കൊരു മിഠായി മേടിച്ചിട്ട് കൊണ്ട് തരുന്നത് പോലെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായി? അതേസമയം നമ്മളെന്റെ പിതാവ് എനിക്ക് ഞാൻ ഒരു മിഠായി മേടിച്ചു തരുന്ന എനിക്ക് അവിശ്വസനീയമായി തോന്നുന്നു എന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നാൽ ആ പിതാവിന്റെ മനസ്സിൽ എന്തായിരിക്കും? അതാണ് ആ സത്യത്തിൽ വരുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിന് അത് ഈസി ആയിട്ട് തോന്നുന്ന കാര്യം നമ്മുടെ മനസ്സിൽ എക്സൈറ്റഡ് അവിശ്വസനീയം എന്ന് കൊടുക്കുമ്പോൾ ആ ഡിസ്കോഡ് സംഭവിക്കും. അവിടെ ഒരു അലൈൻമെന്റിന് വ്യത്യാസം വരും, ഒരു വൈബ്രേഷൻ മാച്ച് ആയില്ല, നമ്മുടെ വൈബ് താഴ്ന്നു പോകും. അതാണ് പറഞ്ഞത്. നമുക്ക് നോർമൽ നന്ദിയാണ് വേണ്ടത്. നോർമലായിട്ട് നന്ദി, ഈസിനെസ് ആണ്, ഹാർമണി, ഈസിനെസ് ആണ് വേണ്ടത്. ഈസിനെസ്. ഓക്കെ, ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുക. ദിവ്യ, താങ്ക് യു. ഓക്കെ സാർ. നമ്മുടെ ഒരു സ്റ്റുഡന്റ് സംശയം കൂടെ ഉണ്ടേ സാറേ. നമ്മുടെ മാനിഫെസ്റ്റേഷനെ ബ്ലോക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സാർ കഴിഞ്ഞ വീഡിയോസിൽ ചർച്ച ചെയ്തായിരുന്നല്ലോ. അതിലെന്താ, നമുക്കൊരു ജോലി ലഭിച്ചു കഴിയുമ്പോൾ എനിക്ക് ഞാനിത് ഒരു 4 വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്റെ വിചാരം ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ, അതൊരു ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണോ സാറേ? അതൊരു ബ്ലോക്കാണ് കേട്ടോ. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്ലോക്കാണത്. അങ്ങനെയൊക്കെ ഓവർ തിങ്കിങ്ങിന്റെ ഭാഗമാണത്. അതെന്ത് ചെയ്യാൻ പറ്റും സാറേ? അത് നോർമലായിട്ട് അത് നോർമലായിട്ട് എടുത്താൽ മതി. എനിക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തോന്നും. അത് നമ്മളിപ്പോൾ കാണുന്നത് പോലെ അല്ലല്ലോ. നമ്മൾ അതിനകത്തോട്ട് എത്തിക്കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ലൈഫും നമ്മുടെ മെന്റാലിറ്റിയും മറ്റ് ജീവിതാനുഭവങ്ങളും എല്ലാം അതിനനുസരിച്ച് റീഅറേഞ്ച് ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? നമുക്ക് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത്ര പവർഫുൾ ആണ്. നിങ്ങൾക്ക് വിചാരിക്കുന്നത് പോലെയാണോ? ഇപ്പൊ നിങ്ങൾ ഒരു കാലത്ത് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും പണ്ടൊക്കെ നമുക്ക് എന്നെ കൊണ്ട് കഴിയുമോ എന്നൊക്കെ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ഈസി ആയിട്ട് തോന്നില്ലേ? ഈസി ആയിട്ട് തോന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് ജോലി, ഏതൊരു കാര്യമല്ല. അതേസമയം നമ്മൾ മുൻകൂട്ടി കഴിയുമ്പോൾ അത് പറ്റുമോ എന്ന് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് വരും. അത് ഉപേക്ഷിക്കുക. ഓക്കെ. ദിവ്യ, ഞാൻ കരുതി നമ്മുടെ സ്റ്റുഡൻസ് ആരൊക്കെ കൊണ്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഹായ് പറയൂ, ഒന്ന് കാണാനുള്ളൊരു കുറേ പേര് കൊണ്ടല്ലോ നമ്മളെ ശിഷ്യഗണങ്ങൾ. താങ്ക് യു. താങ്ക് യു റോബിൻ സാർ, അജി, താങ്ക് യു സോ മച്ച്. രേഖ, താങ്ക് യു. രേഖ പറയൂ. സാർ, നമ്മള് കുട്ടികളെ കൊണ്ട് താങ്ക് യു മെഡിറ്റേഷൻ ചെയ്യിക്കുമ്പോ ഒരു 1000 ടൈംസ് ഒന്നും ചെയ്യാൻ റെഡിയല്ല. അപ്പൊ ഒരു 300 ടൈംസ് ഒക്കെ ചെയ്യിച്ചാൽ മതിയാവും സാർ? സഫിഷ്യന്റ് ആണ്. കുട്ടികളെ കൊണ്ട് ഒന്നും ഒരുപാട് കഷ്ടപ്പെടുത്തേണ്ടത്, പുഷ് ചെയ്തൊന്നും ചെയ്യിപ്പിക്കരുത്. ഓക്കെ. നിങ്ങൾ സ്വന്തമായിട്ട്, നമ്മൾ അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ല, സ്വന്തം ദീപനാളമാണ് ഉയർത്താനുള്ളത്. ഓക്കെ. അപ്പൊ അത് നമ്മൾ നന്നായിട്ട് ചെയ്താൽ മതി, അവരെ പുഷ് ചെയ്തൊന്നും ചെയ്യരുത്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? നമ്മളെ സ്റ്റുഡൻസ് ആണ് ഒരു നല്ല പെർസെന്റേജ് ഇവിടെ ഉണ്ട്. അതാണ്. താങ്ക് യു സോ മച്ച് എല്ലാവരും. വേറെ ക്വസ്റ്റ്യൻസ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു സാർ. റോബിൻ സാർ പറയൂ. അല്ല, എന്റെ സംശയമല്ല സാറേ, അത് വളരെ ഇമ്പോർട്ടന്റ് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ നോക്കാം. കൈകാലുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം. ഞാൻ നോക്കിട്ട് വരാം. അത് കൈകാലുകൾ, നമ്മുടെ കൈകാലുകൾ നല്ല രീതിയിലാകുവാൻ, കൈകാൽ വിരലുകൾ ശരിയാകുവാൻ എന്ത് അഫർമേഷൻ കൊടുക്കണം? 2 years ആയി വളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ കൈകാലുകൾ കറക്റ്റായി നേരെ നോർമലായി വരുന്നു, ഈസി ആയിട്ട് ഹാർമോണിയസ് ആയിട്ടും അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നോർമലായി വരുന്നു എന്ന് ഉള്ള അഫർമേഷൻ കൊടുത്താൽ മതി കേട്ടോ. അഫർമേഷൻ പറഞ്ഞാൽ മതി, അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ പ്രധാനപ്പെട്ടത് നമ്മുടെ മനസ്സുകൊണ്ട് കാണണം, ഒരു വിഷ്വലൈസേഷൻ ചെയ്യണം. അതായത് നമ്മുടെ കൈ പൂർണ്ണമായിട്ട് ഹാപ്പി ആയിട്ട് നമ്മൾ നോർമലായിട്ട് കാണുന്നതായിട്ട് നമ്മൾ കാണുക. മറ്റാരെങ്കിലും അതിനെക്കുറിച്ചൊരു കമന്റ് ഇപ്പൊ ശരിയായല്ലോ, കൈയും കാലും ഒക്കെ
ഇപ്പൊ കൈയൊക്കെ നല്ല നോർമൽ ആയല്ലോ എന്ന് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് കമന്റ് ആയിട്ട് പറയുന്നതും കൂടെ വേണമെങ്കിൽ നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്തോളൂ. അപ്പം അതാണ് വേണ്ടത്. കൃത്യമായിട്ട് ആ വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും 100%. അതേസമയം നമ്മളിങ്ങനെ വളഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം എടുക്കുകയും ടെൻഷൻ ആവുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ അതിലേക്ക് മനസ്സ് ഫോക്കസ് വരും. വിവിധ ഭയങ്ങൾ, ഉത്കണ്ഠ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, മടി, അലസത, മാറ്റിവെക്കാനുള്ള മനോഭാവം ഇവയ്ക്കെല്ലാം കാരണമായിട്ടുള്ള ഉപബോധ മനസ്സിലെ മുറിവുകളെ അല്ലെങ്കിൽ നെഗറ്റീവ് മുദ്രണങ്ങളെ ക്ലീൻ ചെയ്ത് സുഖപ്പെടുത്തി നമ്മെ ആത്മധൈര്യമുള്ളവരും ഊർജ്ജസ്വലരും ശക്തരുമാക്കുവാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട് എന്നിവയെല്ലാം വർദ്ധിപ്പിച്ച് ബന്ധങ്ങളുടെ കെട്ടുറപ്പ്, ജോലിയിലും ബിസിനസ്സിലുമുള്ള ഉയർച്ച, മികച്ച ആരോഗ്യം ഇവയൊക്കെ നേടുവാൻ സഹായിക്കുന്ന സ്പിരിച്വൽ പ്രാക്ടീസുകളുടെ ഒരു സിസ്റ്റമാണ് ഈ ജൂലൈ 5 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ദി വോർട്ടെക്സ് എന്ന കോഴ്സ് നൽകുന്നത്. അതുപോലെ തന്നെ വിവിധ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകളും സിമ്പിളായി പഠിപ്പിക്കുന്നു. 15 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സും 100 ദിവസത്തെ പ്രാക്ടീസ് ഫോളോ അപ്പുമാണ് ഈ കോഴ്സിലുള്ളത്. നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ ഈ കോഴ്സ് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നറിയുന്നതിന് വേണ്ടി ഇവിടെ നൽകിയിട്ടുള്ള നമ്പറിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് വരും ക്ലാസ്സുകൾ പറഞ്ഞ പോലെ ഞാൻ നോക്കിയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ ഒരു ആൻസർ ആയിട്ട് തരാം. എന്ത് പറയുന്നു? താങ്ക് യു അമൽ. ടുഡേ സബ്ജക്ട് ക്ലിയർ. മാനിഫെസ്റ്റ് നാച്ചുറൽ. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? സാർ ക്ലാസ്സിൽ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇപ്പൊ യൂറോപ്പിലാണുള്ളത്. അപ്പോ സാർ പറഞ്ഞ മാതിരി ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സും നമ്മളെ എക്സൈറ്റഡ് ആക്കുന്ന വേർഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇവര്. ഓട്ടോമാറ്റിക്കലി ഇവരത് നമ്മുടെ നാട്ടിലെ പോലെ നമ്മളത് ശരിക്കും ഫീൽ ചെയ്യും. നമുക്ക് ആ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവും. അതാണ് അവരുടെ ജീവിതം അവർ തന്നെ സൃഷ്ടിക്കുന്നതാണത്. അവരുടെ ജീവിതം അവരുടെ ചിന്തകളിലൂടെയും അവരുടെ വാക്കുകളിലൂടെയും നിരന്തരമായിട്ട് സൃഷ്ടിക്കുന്ന ചെറിയൊരു കാര്യത്തിന് തന്നെ അവർ ഭയങ്കരമായിട്ട് നന്ദി പറയും, വില മതിക്കും. നമ്മൾ തന്നെ അപ്രീഷിയേറ്റഡ് എന്നുള്ള വാക്ക്, അപ്രീഷിയേറ്റഡ് എന്നുള്ള വാക്ക് അവർ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അവർ കൂടുതൽ താങ്ക് യു, സോറി, ഇതാണ് കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത്. ഒരുപാട് മറ്റുള്ളവരെ അവർ എപ്പോഴും കെയർ ചെയ്തുള്ള സംസാരമാണ്. കാരണം അത് അവരുടെ ഒരു വൊക്കാബുലറി, നാച്ചുറലി ഒരു വൊക്കാബുലറിയാണ് അത്. അത് നമുക്ക് കൊണ്ടുവരാം. നമുക്കത് പറ്റും. നമുക്ക് അത് നമ്മൾ കരുതിക്കൂട്ടി ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ ഈസി ആയിട്ട് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെ സാർ, ശരിയാ. താങ്ക് യു സാർ. നമുക്ക് ഒരു ഇനിയുണ്ടോ ക്വസ്റ്റ്യൻ? പെട്ടെന്ന് ചോദിക്കും. ഞാൻ മറ്റേ ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയിട്ട് എന്തോ പറഞ്ഞോളൂ. അല്ല, ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. നമ്മൾ കരുതിക്കൂട്ടി നല്ല വാക്കുകൾ സംസാരിച്ചിട്ട് ഒരുപാട് ഒരു ഏകദേശം 1-2 വർഷത്തോളമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരികയാണ്. അപ്പൊ നമ്മള് ദിവസം കേൾക്കേണ്ടി വരുന്ന നെഗറ്റീവ് വാക്കുകൾ അതിനെങ്ങനെയാണ് നേരിടുക? ഓക്കെ. ദിവസം കേൾക്കേണ്ടി വരുന്ന കുഴപ്പമാണോ? അതെ, അത് നമ്മൾ എന്ന് പറഞ്ഞാൽ നമുക്കത് സത്യത്തില് കുറച്ച് ഹൈ വൈബിൽ നമ്മൾ നിൽക്കാൻ പറ്റിയാൽ നമ്മൾ അത്ര നെഗറ്റീവ് വാക്കുകൾ കേൾക്കേണ്ടി വരില്ല. കേട്ടാൽ തന്നെ നമുക്കതിന് അല്പവും നമ്മളെ ബാധിക്കില്ല. നമ്മളെ വൈബിനെ ഉയർത്തിയാൽ മതി. അത് വൈബിനെ ഉയർത്താൻ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ മെഡിറ്റേഷൻസ് ഒക്കെ ഉപയോഗിക്കുക, കൂടുതൽ നല്ല പ്രാക്ടീസുകൾ ചെയ്യുക. ഈ ഒരു പ്രാക്ടീസുകൾ ക്രമേണ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വൈബ് ഉയരുമ്പോൾ തന്നെ മാറും അത്. പക്ഷെ നമ്മൾ അതേസമയം നമ്മൾ നെഗറ്റീവ് വാക്ക് ഒരാൾ പറയുമ്പോൾ അതിനെ നമ്മൾ മനസ്സിലേക്ക് എടുത്ത് അത് നമ്മൾ അവിടെ ഇട്ട് അങ്ങ് കൂടുതൽ ചിന്തിച്ച് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് പിന്നെയും അത് അത്തരം വാക്കുകൾ പിന്നെ അത് നമ്മുടെ വൈബിനെ ബാധിക്കുന്നുണ്ട്. അത് നമ്മൾ കാന്തശക്തി താഴ്ത്തി പിന്നെ അത്തരം വാക്കുകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അപ്പൊ എനിക്ക് കുറച്ചും കൂടി വർക്ക് ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. യെസ്, ഡെഫിനറ്റ്ലി. നിങ്ങൾക്ക് ഒരു വ്യക്തി നെഗറ്റീവ് വാക്ക് കേൾക്കും, നെഗറ്റീവ് സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അട്രാക്ട് ചെയ്യുന്നതാണ്. അത് അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ കാന്തശക്തി കുറയുന്നത് കൊണ്ടാണ്. കാന്തശക്തി എന്ന് പറയുന്നത് വൈബ് താഴ്ന്നിരിക്കുന്നതുകൊണ്ടാണ്. ഡെഫിനറ്റ്ലി ഇങ്ങനെയാണ് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ സ്വയം വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ തന്നെ സ്വയം മനസ്സിലാക്കണം. അതായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ അകത്തിന്റെ കുറവാണ്, എൻ്റെ അകം ലോകത്തിന്റെ കുറവാണ്, എനിക്ക് എൻ്റെ വൈബിന്റെ കുറവാണ്, എൻ്റെ കാന്തശക്തിയുടെ കുറവാണ്. എനിക്ക് അതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് വരുത്തിയാൽ മാത്രമേ എനിക്കത് മാറ്റാൻ കഴിയൂ. അപ്പൊ നമ്മൾ കൂടുതൽ പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ട്, ഇതിനകത്ത് തന്നെ പ്രാക്ടീസുകൾ തന്നിട്ടുള്ളത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൂടുതൽ ഡൗട്ട്സ്, ക്ലിയറൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും അവിടെ ഞാൻ പേഴ്സണലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഒരു 30 മെഡിറ്റേഷൻ പ്രാങ്കിന്റെ പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ.
സ്റ്റാർട്ട് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you, sir. Thank you. Thank you. Thank you, sir. Thank you, sir. Thank you so much, sir. Thank you so much. Thank you, sir. Bye bye. Thank you, Thank you, sir. sir. Thank you, sir. Thank you all.